പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാളാണ്. നമുക്കറിയാമല്ലോ, ബെനഡിക്റ്റും ക്രോസ്, അതായത് തിന്മയ്ക്കെതിരെ പടപൊരുതാനായിട്ട് സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ബെനഡിക്റ്റ്. നമുക്ക് ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ തഴക്കദോഷത്തിൻ്റെ മേഖല, അതുപോലെ തന്നെ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന മേഖലകളൊക്കെ നമുക്കുണ്ടെങ്കിൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മിക്ക 7:7. ഇവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? എന്നാൽ ഞാൻ കർത്താവിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതൊരു ഭക്തൻ്റെ ഒരു 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 കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ. എൻ്റെ കർത്താവിങ്കിലേക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു തൊഴിൽ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മേഖലകളൊക്കെയാണ്, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ. പല രീതിയിലാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും പോലും ഇല്ല എന്താ നടക്കണേന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടരുത്. നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്, പക്ഷെ നമുക്ക് അറിയണില്ല എന്ത് സംഭവമെന്ന്. ഞാൻ കർത്താവിങ്കിലേക്ക്, വചനം പറയണത് അങ്ങനെയല്ലേ, ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവമായ കർത്താവ് മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശ വഴി എത്ര 10 അത്ഭുതങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. അതിനുശേഷം ഈ ജനം മുഴുവൻ ആമയെന്ന് പറഞ്ഞായിരുന്നു? ഇല്ല. ഈ ജനം നിരന്തരം മോശയെ പീഡിപ്പിച്ചിരുന്നു. ഈ ജനം നിരന്തരം. അപ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള അപ്പാ, അമ്മ, നിങ്ങൾ പറയും, ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, ഇവരെന്നെ ക്രൂശിക്കുകയാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു തൊഴിൽ മേഖലയാണെങ്കിൽ നമ്മൾ ലീഡർഷിപ്പ് എടുക്കുകയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ എല്ലാവരും നമുക്ക് എതിരായിട്ട് നിൽക്കുന്നു. അത് എല്ലാ ജീവിതാന്തസ്സിലും അച്ഛനും ചിലപ്പോൾ ഉണ്ടാകും, വികാരിച്ചമാർക്കും അങ്ങനെ ഉണ്ടാകാം. ദൈവമേ, ജനമൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ കർത്താവേ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകും. നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ മനസ്സിലാക്കാൻ കർത്താവിന് മാത്രം. അതിന് നീ ചെയ്യേണ്ട കാര്യമാണ് അവിടെ പറയുന്നത്. കർത്താവിലേക്ക് നീ കണ്ണുയർത്തണം, രക്ഷകനായ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. ഓരോ ദിവസവും പ്രഭാതത്തിലെ ബലിയർപ്പണത്തിനായിട്ട് നമ്മുടെ ഹൃദയം ഒരുക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഒരു ദിവസം എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ കൈവിടിയില്ല, എന്നെ വിട്ടുപോകില്ല. മനുഷ്യന്മാരൊക്കെ വേണമെങ്കിൽ കാര്യം നോക്കി തഞ്ചൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു പോകും, പക്ഷെ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കൂട്ടായ്മയിൽ കർത്താവെ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നലുണ്ടാകുമ്പോഴൊക്കെ അങ്ങയുടെ കരം കൂടുതൽ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.